അമ്മയുടെ സ്വന്തം കാസർഗോഡൻ ചിക്കൻ സുക്ക. 1 കിലോ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3 ഉള്ളി, 2 തക്കാളി, പിന്നെ ഒരു 2 പച്ചമുളക്. ഇത് നന്നായി എരിഞ്ഞിട്ട് ഇതുപോലെ നന്നായി വഴറ്റുക. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ചതച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഓൾറെഡി റെഡിയാക്കി വെച്ച നല്ല അടിപൊളിയാക്കി റെഡിയാക്കി വെച്ച ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അയ്യോടെ മസാല മറന്നായി. അയ്യോ, അത് പറയാൻ മറന്നായി. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് എല്ലാവരും പറയുന്ന പോലെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ വെച്ചിട്ട് നല്ല ചിക്കൻ ആദ്യം ക്ലീൻ ചെയ്യണ്ടേ? ഫസ്റ്റ് ചിക്കൻ ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്യാതെ ചിക്കനിൽ ഇതൊന്നും വരയ്ക്കരുതാലും. എന്നിട്ട് അതിന് ശേഷം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യുക, മാറ്റി വെക്കുക. ചിക്കൻ കുറച്ച് സമയം നന്നായിട്ട് റെസ്റ്റൊക്കെ ചെയ്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. എന്നിട്ട് ആ ചിക്കനാണ് നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ സംഭവം കരിഞ്ഞങ്ങ് അടി പിടിക്കും. പണ്ട് നീ പാത്രം കരിച്ച മാതിരി ആവൂലേ? ഏകദേശം അങ്ങനെയാ. ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ സുക്കേൻ്റെ തേങ്ങ ചിരണ്ടിയത്. അപ്പോൾ തേങ്ങ നല്ലോണം ചിരണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അതിലിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മൂപ്പിച്ചെടുത്ത തേങ്ങ എന്താക്കും, നമ്മൾ ചിക്കൻ സുക്കയിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് കൂടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. അത് നല്ലോണം ഇളക്കി കൊടുക്കും. ഇങ്ങനെ ചിരകിയ തേങ്ങ ഡയറക്റ്റ് ഇങ്ങനെ ചിക്കനിൽ ഇതുവരെ എവിടെ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ എവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല, ഇടാറില്ല തോന്നടാ. കാസർഗോഡ് മാത്രമേ ഇടാറുള്ളൂ തോന്നുന്നു അല്ലേ? അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സുക്കയുടെ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ആയിരിക്കും ചിലപ്പോൾ. ചിക്കൻ തേങ്ങ അതിൻ്റെ കടിക്കും നന്നായിട്ട്. മറ്റേ ബാക്കിയിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ കഷ്ണാക്കി ഇടുന്ന കണ്ടിട്ട് ചിരകിട്ട് കൊത്ത് കണ്ടിട്ടുണ്ട്, തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി കണ്ടിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ സുക്കയുടെ ഏറ്റവും കിടിലം പരിപാടി അപ്പോൾ ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. അതെ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ സംഭവം റെഡി. ചിക്കൻ സുക്ക റെഡി ടു സെർവ്.